ഹലോ, നമസ്കാരം. ഞാൻ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, എല്ലാം സെറ്റിൽമെൻ്റ് ആയിന്ന്. പക്ഷെ സത്യം അങ്ങനെയല്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ, സോമശേഖരൻ ഇങ്ങനെ കൈ വിലങ്ങും വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്ന ചിത്രം ഞാൻ ഫുള്ള് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇവൻ കേസ് അവിടെ എനിക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടിട്ട് എന്തൊക്കെ കയറ്റാവോ അതെല്ലാം കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൈ ഇങ്ങനെ കാണിച്ച് നടന്നപ്പോൾ തന്നെ എനിക്കത് ഓടിയിട്ടുണ്ടായിരുന്നു. പണ്ട് എന്നെ കുടിക്കുക പോലെ തന്നെ പുതിയൊരു കുടുക്കിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അതിന് അവർക്ക് സപ്പോർട്ടിനുള്ള പോലീസും ഒക്കെ ഉണ്ട്. ഇവർ എന്ത് കൊടുത്താലും അപ്പോൾ കേസ് എടുക്കാനും എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് വന്നിട്ട് IC ബാലകൃഷ്ണൻ MLA-യും. പക്ഷെ അവരൊക്കെ പറഞ്ഞ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി നീ വണ്ടി കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല, നീ ഇറങ്ങിക്കഴിഞ്ഞാലേ കാര്യങ്ങൾ ഇറങ്ങിയാലെന്താ എനിക്കറിയാം. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരെന്നെ അകത്ത് പിടിച്ചിടുമെന്ന്. അകത്ത് പിടിച്ചിട്ടാൽ ഇപ്പോൾ MLA അടക്കം ഇവരടക്കം പറയുക അത് കർണാടകയാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയും ചെയ്യും. ഇവർക്കൊക്കെ അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ഇറങ്ങുമെന്ന് പറഞ്ഞത്. ഞാൻ മനഃപൂർവ്വമായിരുന്നു അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാം. പിടിച്ചവിടെ അകത്ത് ഇടും. ഇവരെ അത് നടത്തുകയും ചെയ്യും. ഇവരിത്രയും അക്രമങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന മുഴുവൻ വീഡിയോ സഹിതം ഞാൻ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പോസ്റ്റ് ചെയ്തിട്ടും ഇതിനെതിരെ ഒരു ആക്ഷൻ ഇവർക്കെതിരെ എടുത്തിട്ടില്ല. അവരിപ്പോഴും അവിടെ മണലടിക്കുന്നു, പരിപാടികളെല്ലാം കറക്റ്റായിട്ട് നടക്കുന്നു. എനിക്കില്ലാത്ത വകുപ്പുകൾ മുഴുവൻ കയറ്റിയിട്ട് എന്നെ ജയിലിലേക്ക് ആക്കാനുള്ള പരിപാടി അവർ ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇതെന്ത് ലോകമാണ്? ഇതിൻ്റെ കൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എല്ലാവർക്കും വിട്ടതിൻ്റെ പോയി അവർക്ക് കത്ത് കിട്ടിയതിൻ്റെ അക്നോളജ്മെൻറ്റും കൂടെ ഞാൻ വിടുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് വരെ, കേരള മുഖ്യമന്ത്രിക്ക് വരെ വിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതിൻ്റെ ഓഫീസിൽ നിന്ന് വരെ കേരളത്തിലേക്ക് വരെ വിട്ടിട്ടുണ്ട്. ഇതിന് തീരുമാനം അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടും ഒരാളും ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ MLA-യും ബിനേഷെല്ലാം കൂടി പറഞ്ഞല്ലോ, നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലെല്ലാം ശരിയാവുള്ളൂ എന്ന്. 8 വർഷമായി ഞാനിവരെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. രാഹുൽ ഗാന്ധി വയനാട് MP ആയതിന് ശേഷം ബത്തേരി വന്ന് വിൽട്ടൺ ഹോട്ടലിലാണ് അന്ന് താമസിക്കുന്നത്. അന്ന് എൻ്റെ മോളും വൈഫും എല്ലാം കൂടെ പോയിട്ട് രാഹുൽ ഗാന്ധീൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഈ KC വേണുഗോപാലിനെ ഏൽപ്പിക്കുന്ന ഈ കാര്യം പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. KC വേണുഗോപാലിനടക്കം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു മീറ്റിംഗ്, ഇതെല്ലാം കൂടി എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ എന്ന് ഞാൻ അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ സൈലൻ്റായിട്ടൊരു സമരമുറയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല. 14 ദിവസവും വണ്ടീൻ്റെ അകത്ത് അവിടെ വെച്ചിട്ട് എനിക്ക് വെള്ളം തരാണ്ടും ഭക്ഷണം തരാണ്ടൊക്കെ എന്നെ ഓടിപ്പിക്കാൻ ഒരു പരമാവധി നോക്കി, എല്ലാ രീതിയിലും നോക്കി. എന്നിട്ട് ഞാൻ പിടിച്ചു തന്നു. ലാസ്റ്റ് എനിക്ക് വേറൊരു മെസ്സേജും കൂടെ കിട്ടി, ഇനി ഇവർ ഫോഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇറക്കിപ്പിക്കുന്നു. ഫോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവർ ഇവിടെയുള്ള ആൾക്കാരുമായിരിക്കില്ല, ആരെയും ബന്ധമുള്ള ആൾക്കാർക്ക് പുറത്തുനിന്ന് വരുന്ന ആളാണ്. അവരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിച്ച് പൊളിച്ച് ആൾ ചത്തോ ജീവിച്ചോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ ഒന്നും അവർ നോക്കില്ല. അവരെ ഏൽപ്പിച്ച പണി പിടിച്ചു കൊടുക്കുക, ജീവനോ ഇല്ലാണ്ടോ പിടിച്ചു കൊടുക്കുക, അതാണ് അവരുടെ ഡ്യൂട്ടി. എനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് സമരത്തിലിരുന്ന എന്നെ ഫോഴ്സിനെ വിട്ട് ജയിലിലാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെൻറ്. ഫോഴ്സിനെ ഭയന്നിട്ടാണ് ഞാൻ 14-ാം തീയതി രാത്രി വെളുപ്പിന് 4 മണിക്കാണ് ഇവിടുന്ന് പോരുന്നത്. ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇതുവരെ വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എത്ര കാലം പോകുമെന്നറിയില്ല. ജാമ്യത്തിന് കൊടുക്കും. ഇതുവരെ എനിക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ പോകുന്നു. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് വിധിയായിട്ടുണ്ട്. ഈ 28-ാം തീയതി വരെ അവർക്ക് നടത്താവുന്നു. ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ ആരും ആ കോമ്പൗണ്ടിലേക്കോ പരിസരത്തേക്കോ വരാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ സമർത്ഥനായ വക്കീലിനൊക്കെ വെച്ചതിപ്പോൾ സോമശേഖരൻ്റെ ഒന്നും കഴിവല്ല. ഇതൊക്കെ ലാഡൻ അഷ്റഫിൻ്റെ കഴിവ് തന്നെയാണ്. അവനെ ഇങ്ങനത്തെ വക്കീലന്മാരൊക്കെ അവനെ കിട്ടുകയുള്ളൂ.
അവനാണല്ലോ എല്ലാവരെയും പറ്റിച്ചും ഇഷ്ടംപോലെ പൈസ അവൻ്റെ കയ്യിലുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റിച്ച പൈസ അവൻ്റെ കയ്യിൽ കോടിക്കണക്കിന് കിടക്കുന്നു. അവന് വക്കീലന്മാരെ കിട്ടാനാണ്, അവന് ഏത് സൈസ് വക്കീലിനെയും കിട്ടും. അപ്പോൾ അവരാണല്ലോ എങ്ങനെ കോടതിയിൽ നിന്ന് ഏതൊക്കെ വിധി വേണമെന്ന് തീരുമാനിക്കുന്നതൊക്കെ ശരിക്കും വക്കീലന്മാരാണ്. അവരെ കഴിവാണ്. കഴിവുള്ള വക്കീലിനെ സംഘടിപ്പിക്കാനും ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാനും ലാഡൻ അഷറഫിനെ പോലെയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. എടാ അഷറഫേ, നീ ഈ കള്ളന്മാരിൽ നിന്ന് എന്നെ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് എൻ്റെ നിന്ന് പൈസ മേടിച്ചെടുത്ത് വന്ന് കൂടിയ ചെന്നായി അല്ലേ നീ എത്ര കാലം എൻ്റെ ചോര കുടിക്കുവടാ? ഇത് അധികം കാലമൊന്നും എനിക്ക് കുടിക്കാൻ കഴിയല്ലേ ഈ ചോര. സത്യം ഒരു നാൾ വെളിച്ചത്ത് വരും. കാത്തിരുന്ന് കാണാം.